നമസ്തേ. ജ്യോതിഷമാർഗദീപത്തിലേക്ക് സ്വാഗതം. എല്ലാവരും ജ്യോതിഷം പഠിക്കാൻ തുടങ്ങിയെന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രഹങ്ങളെ പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് രാശികളെക്കുറിച്ച് പഠിച്ചാലോ? രാശിചക്രം, രാശി ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവുമെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് അവയെന്ന് പലർക്കും അറിയില്ല. ഭൂമി ഒരു ഗോളമാണെന്ന് അറിയാമല്ലോ. ഈ ഭൂഗോളത്തെ ചുറ്റി നിൽക്കുന്ന ഒരു സാങ്കല്പിക ചക്രമാണ് രാശിചക്രം. ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് നമ്മൾ പറയുമെങ്കിലും അങ്ങനെ യഥാർത്ഥത്തിൽ ഒന്നില്ലല്ലോ. അതേപോലെ ഭൂമിക്ക് ചുറ്റും ഒരു ചക്രം എന്ന് തൽക്കാലം മനസ്സിലാക്കുക. ഒരു ഗോളത്തിൻ്റെയോ വൃത്തത്തിൻ്റെയോ അളവുകൾ നമ്മൾ കണക്കാക്കുന്നത് ഡിഗ്രിയിലാണ്. 360 ഡിഗ്രിയാണ് ഒരു വൃത്തം അഥവാ ചക്രം. അതുകൊണ്ട് തന്നെ രാശിചക്രവും 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രിയെ തുല്യമായി 12ആയി വിഭജിച്ചാൽ ഓരോ ഭാഗവും 30 ഡിഗ്രി വീതം ഉണ്ടാകും. 30 ഡിഗ്രിയുള്ള ഇതിലെ ഒരു ഭാഗത്തിനെയാണ് രാശി എന്ന് പറയുന്നത്. രാശിചക്രത്തിന്റെ ഘടന നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ചില പൊടിക്കൈകൾ തോട്ടുവ പ്രസന്നൻ നായർ വിശദീകരിക്കുന്നു. കണ്ടു നോക്കൂ. രാശിചക്രത്തിലെ 0 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയുള്ള ഭാഗത്തിന് മേടം രാശി എന്ന് പറയുന്നു. ഇതേപോലെ ക്രമത്തിൽ ഓരോ 30 ഡിഗ്രികളും എടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നിങ്ങനെ പേരുകൾ നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ പേരുകളൊക്കെ പഠിതാക്കൾ മനഃപാഠമാക്കണം. അതേപോലെ ഓരോ രാശികളും എത്ര ഡിഗ്രി മുതൽ എത്ര ഡിഗ്രി വരെയാണെന്ന് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് 60 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയുള്ള ഭാഗത്തിന് മിഥുനം രാശി എന്നാണ് പേര്. അങ്ങനെ ആ ഡിഗ്രി പറയുമ്പോൾ തന്നെ ഓർമ്മ വരണം എന്നർത്ഥം. ഇത്തരത്തിൽ ഓരോ രാശികളുടെയും പേര് ഹൃദിസ്ഥമാക്കണം. ഇനി ഇതിൻ്റെ രാശികളുടെ പേരുകൾ പഠിക്കുന്നതിന് മലയാളികൾക്ക് വലിയ പ്രയാസമില്ല. കാരണം നമ്മുടെ മലയാള മാസങ്ങളുടെ തന്നെ പേരുകളാണ് രാശികൾക്കും നൽകിയിട്ടുള്ളത്. മറ്റു ദേശങ്ങളിൽ നേരിയ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ മേടം എന്നുള്ളതിന് മേഷരാശി എന്നാണ് മറ്റുള്ള ദേശങ്ങളിൽ പറയുന്നത്. ഇടവത്തിന് വൃഷഭം, മിഥുനത്തിന് മിഥുന എന്ന് തന്നെയാണ്. കർക്കിടകത്തിന് കർക്കിടക, അത് തമിഴ്നാട്ടിലാണെങ്കിൽ കടകരാശി എന്ന് പറയും. ചിങ്ങൻ രാശിക്ക് ആ ചീ ശബ്ദമില്ലാതെ ശരിക്കും സിംഹം എന്നുള്ള അർത്ഥം വരുന്ന രീതിയിൽ സിംഹരാശി എന്ന് തന്നെയാണ് മറ്റുള്ള ദേശങ്ങളിൽ പറയുന്നത്. കന്നി രാശിക്ക് ചില സ്ഥലങ്ങളിൽ കന്നി എന്നും മറ്റു ചിലയിടങ്ങളിൽ കന്യ എന്നും പറയും. തുലാം രാശിക്ക് തുല എന്ന് തന്നെയും വൃശ്ചികൻ രാശിക്ക് വൃശ്ചിക എന്ന് തന്നെയുമാണ് പറയുന്നത്. ധനു രാശിക്ക് ചില ദേശങ്ങളിൽ ധനുസ് എന്നും മറ്റു ചിലയിടങ്ങളിൽ ധനു എന്ന് തന്നെയും പറയാറുണ്ട്. മകരം, കുംഭം, മീനം ഈ 3 രാശികൾക്കും അവസാനത്തെ അം ശബ്ദമില്ല എന്ന് മാത്രമേ ഉള്ളൂ. മകര, കുംഭ, മീന എന്നിങ്ങനെയാണ് മറ്റു ദേശങ്ങളിൽ പറയുന്നത്. രാശിചക്രത്തെക്കുറിച്ച് ഇങ്ങനെ വളരെ എളുപ്പം പറഞ്ഞു പോകാമെങ്കിലും അതിൻ്റെ ഘടനയെക്കുറിച്ച് പഠിതാക്കൾക്ക്, പ്രത്യേകിച്ചും ബിഗിനേഴ്സിന് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സംഗതിയാണ്. പ്രത്യേകിച്ചും ഗ്രഹങ്ങളൊക്കെ ഈ രാശിചക്രത്തിലുണ്ടെന്നും സ്ഥിതി ചെയ്യുന്നെന്നും അവിടെ ഭ്രമണം ചെയ്യുന്നുവെന്നും ഒപ്പം ഭൂമിയുടെ ചുറ്റും ഒരു രാശിചക്രം അതിവേഗതയിൽ കറങ്ങുന്നുവെന്നൊക്കെ പറയുമ്പോൾ ആകെ ഒരു ആശയക്കുഴപ്പം പുതിയ പഠിതാക്കൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എളുപ്പം മനസ്സിലാക്കുവാനായിട്ട് ഒരു വഴി പറഞ്ഞു തരാം. നമ്മൾ ഒന്നിന് വെളിയിൽ ഒന്നായിട്ട് 3 വൃത്തം വരയ്ക്കുക. ഈ 3 വൃത്തങ്ങളിലും 0 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് 0 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തിയിട്ട് പിന്നെ 30 ഡിഗ്രിയിൽ ഓരോ ബിന്ദുക്കൾ മാർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് 12 രാശികളായിട്ട് സങ്കല്പിക്കാം. ഇപ്പോൾ ഈ ചിത്രത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആ 3 ലെയറുകളിലും അങ്ങനെ നമ്മൾ ഈ 12 ഭാഗങ്ങളായിട്ട് തിരിക്കുക. 30 ഡിഗ്രി ദൂരം വെച്ചിട്ട് 12 കള്ളികളായിട്ട് തിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അങ്ങനെ തിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും മുകളിലുള്ള ആ ലെയർ അത് നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിട്ട് കണക്കാക്കണം. 12 രാശികളുണ്ട് ഏറ്റവും മുകളിലത്തെ ലെയറിലും. ആ 12 രാശികളിലായി അശ്വതി തുടങ്ങി രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതായിട്ട് കണക്കാക്കുക. അപ്പോൾ ഒരു രാശിയിൽ 2.25 നക്ഷത്രങ്ങളൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ആവർത്തിക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇത് നമ്മൾ പുതിയതായിട്ടൊരു ക്ലാസ് എന്ന രീതിയിൽ ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്ന 12 രാശികൾ ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്നു. ആ ലെയർ ആകട്ടെ അത് ചലിക്കുന്നില്ല. അവിടെ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങൾ അവയും ചലിക്കുന്നില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ അതിന് നടുവിലുള്ള അല്ലെങ്കിൽ മധ്യത്തിലുള്ള ആ ലെയറിലേക്ക് വരാം. അവിടെയും നമ്മൾ 12 രാശികൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു മധ്യത്തിലുള്ള ലെയർ അത് നമുക്ക് ഗ്രഹങ്ങളുടെ സഞ്ചാരപഥമായിട്ട് കണക്കാക്കാം, ഭ്രമണപഥമായിട്ട് കണക്കാക്കാം. അവിടെ റെയിൽവേ ട്രാക്കിന് സമാനമായിട്ട് ഒരു 8 ട്രാക്കുകൾ ഉണ്ടെന്നും അതിലൂടെ
9 ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നുവെന്നും മനസ്സിൽ വയ്ക്കുക. അപ്പോൾ 9 ഗ്രഹങ്ങൾക്ക് എങ്ങനെയാണ് 8 ട്രാക്ക് വന്നതെന്ന് പലർക്കും സംശയം തോന്നാം. അതിൻ്റെ കാരണം രാഹു കേതുക്കൾ ഒരേ ട്രാക്കിലൂടെ തന്നെ സഞ്ചരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരേ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ എപ്പോഴും എതിർ ദിശയിലായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒന്നിച്ചു വരിക എന്നുള്ളൊരു സംഭവം ഉദിക്കുന്നതേ ഇല്ലതാനും. ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും വ്യത്യസ്തമായ അകലത്തിൽ വ്യത്യസ്ത ഭ്രമണപഥങ്ങളിൽ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇനി നമുക്ക് ഏറ്റവും ഉള്ളിലുള്ള ആ ലെയർ, അത് ഭൂമിയായിട്ട് അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലമായിട്ട് കണക്കാക്കുക. ഈ ഭൂമിയുടെ ഉപരിതലവും നമ്മൾ 12 വിഭജിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഈ ചിത്രത്തിൽ നിങ്ങൾ സൂര്യനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം നോക്കൂ. ആ സൂര്യന് നേർക്ക് ഈ ഭൂമിയിലെയും ഒരു രാശിഭാഗം വരുമല്ലോ, ഇല്ലേ? അതേസമയം നമുക്കറിയാം ഭൂമി ഒരു ദിവസം അല്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട്, അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഈ സൂര്യന് നേർക്ക് നമ്മളൊരു പ്രത്യേക സമയത്ത് കാണുന്ന ഭൂമിയുടെ രാശിഭാഗം 24 മണിക്കൂർ ആകുമ്പോൾ തിരികെ കറങ്ങിയിട്ട് അവിടെ തന്നെ എത്തും, അല്ലേ? അപ്പോൾ ഈ സൂര്യൻ അഭിമുഖമായിട്ട് അപ്പോൾ ഈ 12 രാശികളും ഭൂമിയിലെ 12 രാശികളും കടന്നു പോകുന്നു എന്നല്ലേ അർത്ഥം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ രാശി എന്ന് മനസ്സിലാക്കുമ്പോൾ ഭൂമിയിലെ 2 മണിക്കൂർ എന്ന് കണക്കാക്കണം. അപ്പോൾ ഒന്നും കൂടി വ്യക്തമാക്കാം. ഏറ്റവും മുകളിലത്തെ ലെയറിൽ നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രങ്ങൾ ചലിക്കുന്നില്ല, അവിടെയുള്ള ആ വലയവും ചലിക്കുന്നില്ല. രണ്ടാമത്തെ ലെയറാണെങ്കിൽ അവിടെ ആ വലയം ചലിക്കുന്നില്ല, പക്ഷെ അതിലൂടെ ഗ്രഹങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം അത് ഭൂമിയുടെ ഉപരിതലമാണ്. അത് അതിവേഗതയിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചുറ്റിക്കൊണ്ട് സൂര്യൻ അഭിമുഖമായിട്ട് അത് ഏതെങ്കിലും ഒരു രാശി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ രാശി 24 മണിക്കൂർ കൊണ്ട് തിരികെ അതേ സ്ഥലത്ത് എത്തുന്നു. അപ്പോൾ അതിനുള്ളിൽ 12 രാശികളും സൂര്യൻ അഭിമുഖമായി വന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലെ രാശി എന്ന് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശം 2 മണിക്കൂർ സമയമാണ്. എന്നാൽ വെളിയിലുള്ള നമ്മൾ രാശിചക്രത്തിൻ്റെ ഈ മുകളിലുള്ള ലെയറായാലും രണ്ടാമത്തെ ലെയറായാലും അവിടെ നമ്മൾ ഒരു രാശി എന്ന് ഉദ്ദേശിക്കുന്നത് 30 ഡിഗ്രി ദൂരമാണ്. ഈ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയില്ല. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഹൂർത്തത്തിനൊക്കെ രാശി സമയം എന്നൊക്കെ പറയുമ്പോൾ രാശി ചക്രമല്ലേ, അവിടെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ സമയം എങ്ങനെയാണ് അതിലൂടെ കണക്കാക്കുന്നത്? ഇനി അതേപോലെ തന്നെ രാശിചക്രം അതിവേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലുള്ള ഗ്രഹങ്ങളെ ഗ്രഹങ്ങളെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ടല്ലേ അത് കറങ്ങുന്നത് എന്നൊക്കെയുള്ള 100 സംശയങ്ങൾ നമ്മൾക്ക് ഒരു പുതിയതായിട്ട് പഠിക്കുന്ന ഒരാളിൻ്റെ തലയിലേക്ക് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകമാക്കി ഇത് കാണിച്ചു തന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ജ്യോതിഷ പണ്ഡിതന്മാർക്കൊക്കെ ഈ വിശദീകരണം കേൾക്കുമ്പോൾ ചിരി വരും. അപ്പോൾ അവർ ചിരിച്ചോട്ടെ, അത് കുഴപ്പമില്ല. എൻ്റെ ഉദ്ദേശം അങ്ങനെ പണ്ഡിതന്മാരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതല്ല. പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് അവർക്ക് മനസ്സിലാകുന്ന ഏതൊക്കെ തരത്തിലാണോ ആ രീതിയിലേക്ക് ലളിതവൽക്കരിച്ച് പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ചതിൻ്റെ ഒരു എസൻസായി നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ഇത്രമാത്രം കാര്യമാണ്. രാശി എന്ന് പറയുന്നത് 2 രീതിയിൽ നമ്മൾ കണക്കാക്കണം. ഒന്ന്, രാശിചക്രത്തിലെ 30 ഡിഗ്രി ദൂരം, അത് രാശിയാണ്. അതേപോലെ ഭൂമിയിലെ 2 മണിക്കൂർ സമയവും രാശിയാണ്. അപ്പോൾ രാശി എന്ന് പറയുമ്പോൾ ഈ 2 ആശയങ്ങളും മനസ്സിലേക്ക് വരണം. പഠിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആധുനിക ശാസ്ത്രം സൂര്യനെ കേന്ദ്രബിന്ദുവാക്കുമ്പോൾ ജ്യോതിശാസ്ത്രം ഭൂമിയെയാണ് കേന്ദ്രബിന്ദുവാക്കുന്നത്. അപ്പോൾ ഭൂമിയെ ചുറ്റി ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ ഭ്രമണം ചെയ്യുന്നു എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ കാഴ്ചപ്പാട്. യഥാർത്ഥത്തിൽ നമുക്കറിയാം സൂര്യനെ ചുറ്റുന്ന ഒരു ഗ്രഹമാണ് ഭൂമി. ഭൂമിക്കാണ് സഞ്ചാരമുള്ളത്. സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുക തന്നെയാണ്. അത് മനസ്സിലാക്കാതെ അല്ല നമ്മുടെ മഹർഷിമാർ ഇത്തരത്തിൽ എഴുതി വെച്ചത്. അവർക്കറിയാം അന്നത്തെ തലമുറയോട് സംവദിക്കാൻ കഴിയുന്ന രീതിയിൽ അവരത് ചിത്രീകരിച്ചു. അത് അവരുടെ ബുദ്ധിപരമായ നീക്കമായിരുന്നു. അതുതന്നെയാണ് ഈ രാശിചക്രം ഭൂമിക്ക് ചുറ്റും അതിവേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചത്. കാരണം ഭൂമി കറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പോലും ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ഭൂമി സഞ്ചരിക്കുന്നു എന്നാണെങ്കിലും ശരി, കറങ്ങുന്നു എന്നാണെങ്കിലും ശരി, അത് ഇന്നും ഉൾക്കൊള്ളാൻ പറ്റും. 21-ാം നൂറ്റാണ്ടിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾ നിരവധിയുണ്ട്. അപ്പോൾ പിന്നെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ അത്തരം പരാമർശങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷെങ്കിൽ അത് ആ ശാസ്ത്രം നിരസിക്കപ്പെടുമായിരുന്നു. അപ്പോൾ ബുദ്ധിപൂർവമായിരുന്നു അവരുടെ നീക്കം. പക്ഷേ അപ്പോൾ അവർ പറഞ്ഞു വയ്ക്കുന്ന ഒന്നും മാറ്റമില്ലല്ലോ. ഇപ്പോൾ സൂര്യൻ്റെ ചലനം എടുത്ത് ഭൂമിയുടെ ചലനം എടുത്ത് സൂര്യൻ്റെ ചലനമാക്കി ചിത്രീകരിച്ചു എന്നുള്ളതല്ലാതെ അതിൽ അണുവിട പോലും വ്യത്യാസമില്ല. ഗ്രഹങ്ങളെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് രാശികളുടെയും സ്ഥിതി. രാശികളെക്കുറിച്ച് നമുക്ക് വളരെ ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി രാശികളുടെ സ്വഭാവം, അവരുടെ ഘടന, അവരുടെ വ്യത്യസ്ത രീതിയിലുള്ള വിഭജന സമ്പ്രദായങ്ങൾ, ഇതൊക്കെ നമുക്ക് വഴിയെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് വലിച്ചു വാരി പറഞ്ഞാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാകും.
അതുകൊണ്ട് പഠന പ്രവർത്തനത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ വരുമ്പോൾ അവയൊക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മുടെ അടുത്ത ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് അടുത്ത വീഡിയോ കാണുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ഒരു പഞ്ചാംഗം വാങ്ങിക്കുവാൻ ശ്രദ്ധിക്കുക. പഞ്ചാംഗം വ്യത്യസ്ത പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. ജ്യോതിഷഭൂഷണം, മാതൃഭൂമി, മനോരമ, യോഗക്ഷേമ പഞ്ചാംഗം, ഇങ്ങനെ നിരവധി പഞ്ചാംഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിൽ ഏതാണോ ലഭ്യമായിട്ടുള്ളത് അങ്ങനെ ഒരു പഞ്ചാംഗം ഇനി അങ്ങോട്ടുള്ള പഠന പ്രവർത്തനത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് നിർബന്ധമായും അത് വാങ്ങുവാൻ ശ്രമിക്കുക. ഏത് പഞ്ചാംഗമാണെങ്കിലും കുഴപ്പമില്ല, സമ്പൂർണ്ണ പഞ്ചാംഗമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഏതാണ്ട് 100 രൂപ 150 രൂപയ്ക്കടുത്തേ വില വരികയുമുള്ളൂ. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ രേഖപ്പെടുത്തുക. സ്റ്റഡി മെറ്റീരിയലായി നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ് തോട്ടുവ പ്രസന്നൻ നായർ രചിച്ച ജ്യോതിഷ മാർഗദീപം. അത് ബുക്ക് സ്റ്റാളുകളിൽ ലഭ്യമല്ല. ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ തപാൽ മാർഗം അയച്ചു തരുന്നതാണ്. നന്ദി.